ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയത് ജാമ്യമില്ലാ വകുപ്പുകൾ. നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർക്കെതിരെ ചുമത്തിയത്. അതേസമയം ഇന്ന് ജാമ്യാപേക്ഷ നൽകേണ്ട എന്നാണ് സഭയുടെ തീരുമാനം. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള 2 കന്യാസ്ത്രീകളും ദുർഗ് സെൻട്രൽ ജയിലിലാണ്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആദ്യം. റെയിൽവേ പോലീസിന്റെ പരാതിയിലാണ് കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് കേസെടുത്തത്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയത്. ഇവരെ കൂടാതെ പെൺകുട്ടികൾക്കൊപ്പം വന്ന സഹോദരനെയും പോലീസ് 3ാം പ്രതിയായി ചേർത്തിട്ടുണ്ട്. പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റുകയായിരുന്നു കന്യാസ്ത്രീകളുടെ ലക്ഷ്യമെന്ന് FIR-ൽ പറയുന്നു. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള കന്യാസ്ത്രീകൾ ദുർഗ് സെൻട്രൽ ജയിലിലാണുള്ളത്. കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികളെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ഇതിലൊരാൾ കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ഇത് ബജ്രംഗദൾ പ്രവർത്തകരുടെ ഭീഷണിയെ തുടർന്നെന്നാണ് സഭ ആരോപിക്കുന്നത്. അങ്ങനെയോ അവര് മറ്റുള്ളവരെ അറിയുകയും അവരെ ഒരുമിച്ച് വലിയ സംഖ്യയിൽ ബജ്രംഗദൾ പ്രവർത്തകർ വന്ന് ഇവരെ കൊണ്ടുപോയി വളരെ പോലീസുകാരെ ഫോഴ്സ് ചെലുത്തി അവരുടെ മുമ്പിൽ വിചാരണ ചെയ്യുകയും ചെയ്യുകയാണ് ഇത്. ജാമ്യാപേക്ഷ ഇന്ന് നൽകേണ്ട എന്നാണ് സഭാ പ്രതിനിധികളുടെ തീരുമാനം. യുവതികളുടെയും മാതാപിതാക്കളുടെയും മൊഴി വിവരങ്ങൾ പരിശോധിച്ച ശേഷം ജാമ്യാപേക്ഷ നൽകിയാൽ മതിയെന്നാണ് സന്യാസ സമൂഹത്തിന്റെ തീരുമാനം. സർക്കാർ സംരക്ഷണയിൽ കഴിയുന്ന യുവതികളെ മാതാപിതാക്കൾക്കൊപ്പം സ്വന്തം ഗ്രാമത്തിലേക്ക് പോലീസ് തിരിച്ചയക്കും. വെള്ളിയാഴ്ചയാണ് നാരായൺപൂരിൽ നിന്ന് ആഗ്രയിലേക്ക് പോകാൻ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ കന്യാസ്ത്രീകളെ ബജ്രംഗദൾ പ്രവർത്തകർ തടഞ്ഞുവെച്ച് പോലീസിനെ ഏൽപ്പിച്ചത്. ഛത്തീസ്ഗഡിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തം. പാർലമെന്റിനകത്തും പുറത്തും UDF LDF അംഗങ്ങൾ പ്രതിഷേധിച്ചു. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അംഗങ്ങളുടെ നോട്ടീസ് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ ഉപാധ്യക്ഷനും തള്ളി. അറസ്റ്റിൽ നിശബ്ദരായിരിക്കില്ല എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളായ പ്രീതി മേരിയെയും വന്ദന ഫ്രാൻസിസിനെയും അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ പ്രതിഷേധം ശക്തം. അറസ്റ്റിൽ നിശബ്ദരായിരിക്കില്ലെന്നും ജയിലിലടച്ചത് നീതിയല്ലെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും കേരളത്തിൽ നിന്നുള്ള UDF LDF അംഗങ്ങൾ പ്രതിഷേധമുയർത്തി. കേരളത്തില് ക്രിസ്മസിന് അരമനകളിലും അതുപോലെ തന്നെ ക്രൈസ്തവ ഭവനങ്ങളിലും കൊടുക്കാനുള്ള കേക്ക് മിക്സിംഗ് കേരളത്തിലെ BJP ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിർത്തിവെച്ചിട്ട് തല ഉയർത്തി കാര്യങ്ങളൊന്ന് കാണാനും ഒന്ന് വാ തുറക്കാനും തയ്യാറാവും. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അത് നിഷേധിക്കാനുണ്ടായത്. ഞങ്ങൾ ഈ പ്രതിഷേധവുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിൽ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. कोई भी मुद्दा बेल में उठाने से किसी मुद्दे पर चर्चा नहीं होगी. संसद के अंदर नियम प्रक्रिया है. नियम प्रक्रिया के तहत बिजनेस एडवाइजरी कमेटी के अंदर चर्चा होती है. उसके बाद मुद्दों पर चर्चा होती है. ഛത്തീസ്ഗഡിൽ BJPയാണ് ഭരിക്കുന്നതെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാരും BJP ദേശീയ നേതൃത്വവും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 ഡൽഹി. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നും അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. അജീഷ്, 2 കന്യാസ്ത്രീമാരും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. എന്തുകൊണ്ടാണ് ഇന്ന് അടിയന്തരമായി ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നത്? ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നല്ലോ. അത് നൽകേണ്ടതില്ല എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് അതിന് കാരണം? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അജീഷ് ദുർഗിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്? വിജയകുമാർ, ഈ വെള്ളിയാഴ്ചയാണ് ഈ കന്യാസ്ത്രീകളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബജ്രംഗദൾ പ്രവർത്തകർ പോലീസിനെ ഏൽപ്പിക്കുകയും അവിടെ നിന്ന് പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയും ചെയ്തു. അപ്പോൾ തന്നെ ഈ ചോദ്യം ചെയ്യലിനിടെ, അതായത് ഇവരോട് സഭാപ്രതിനിധികൾ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈ ബജ്രംഗദൾ പ്രവർത്തകരുടെ ഭീഷണിയെ തുടർന്ന് അന്ന് കൂടെ ഉണ്ടായിരുന്ന 3 പെൺകുട്ടികളിൽ ഒരാൾ അത് മൊഴി മാറ്റിയിരുന്നു. അതായത് 10,000 രൂപ നൽകാമെന്നുള്ളൊരു വാഗ്ദാനത്തിലായിരുന്നു കന്യാസ്ത്രീകൾക്കൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നുള്ളൊരു മൊഴി മാറ്റി നൽകിയിരുന്നു. അതിനെ തുടർന്നായിരുന്നു ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ്
കേസെടുത്തതും 2 വകുപ്പുകളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. അത് ഒന്ന് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം, ആ വകുപ്പും ഒപ്പം തന്നെ മനുഷ്യക്കടത്ത്, ഈ 2 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് ഈ മൊഴി. അതുകൊണ്ടാണ് നിലവിൽ ഇനി ആ മാതാപിതാക്കളുടെയും പെൺകുട്ടികളുടെ വീണ്ടും മൊഴിയെടുക്കുമ്പോൾ ആ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി പരിശോധിച്ച ശേഷം ജാമ്യാപേക്ഷ നൽകിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ സഭാ പ്രതിനിധികൾ എത്തിയത്. നിലവിൽ ഈ അസീസി സന്യാസ സഭയുടെ പ്രതിനിധിയും ഒപ്പം തന്നെ അഭിഭാഷകരടക്കം ഈ ദുർഗിലുണ്ട്. അവർ ഇവിടെ കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരിക്കുന്ന ദുർഗ് സെൻട്രൽ ജയിലിലെത്തി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് അവർ പുറത്തിറങ്ങി നമ്മളോട് സംസാരിച്ചപ്പോൾ ഇന്ന് ജാമ്യാപേക്ഷ നൽകേണ്ട എന്നൊരു തീരുമാനത്തിലെത്തിയത്. ആ മൊഴി വിവരങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം നൽകിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ ആണ് ഇവർ നിലവിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സഭ, ഈ നോർക്കയുടെ ഭാഗത്തു നിന്നും കൂടാതെ തന്നെ ഈ ദുർഗിലെയും ഈ ക്രൈസ്തവ സഭയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും അവർ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഈ കന്യാസ്ത്രീകളെ പുറത്ത് ഇറക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് നിലവിൽ. എന്തായാലും രാഷ്ട്രീയമായി തന്നെ കേരളത്തിലടക്കം വലിയ ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ അടുത്ത ഘട്ട നടപടികൾ എന്താണ് എന്ന് ആലോചിക്കുകയാണ് ഇവിടെ കേന്ദ്രീകരിക്കുന്നവർ. എന്തായാലും ഇപ്പോഴും ഈ ദുർഗിലെ കോൺവെന്റിൽ ഇവരെല്ലാവരും ഉണ്ട്. അവർ കൂടിയാലോചന നടത്തി ഇനി ഏത് തരത്തിലുള്ള നിയമ നടപടികൾ നടത്തണമെന്ന് ആലോചിച്ച് വരികയാണ്. എന്തായാലും ഒരുപക്ഷെ നാളെ ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. യെസ്, ദുർഗിൽ നിന്നാണ് അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകിയത്. സങ്കീർണമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന ഒരു FIR ആയതുകൊണ്ട് തന്നെ ഗൗരവമുള്ള നിയമ ഇടപെടൽ വേണ്ടിവരും. അതുകൊണ്ട് കരുതലോടെ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് ഇപ്പോൾ സഭയുടെ തീരുമാനം. ഈ ഒപ്പമുണ്ടായിരുന്ന 2 കുട്ടികൾ, അവരുടെ മൊഴി എന്തൊക്കെയാണ് അവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്നതിൻ്റെ വിവരം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിക്കുക എന്നാണ് ദുർഗിൽ നിന്നും അജീഷ് ജയകുമാർ നൽകിയ വിവരത്തിൽ സൂചിപ്പിക്കുന്നത്. സഭയുടെ തീരുമാനം അതുതന്നെയാണ് എന്ന് സഭാ നേതൃത്വവും അറിയിക്കുന്നുണ്ട്. അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ രൂക്ഷ വിമർശനവുമായി CBC അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തെ രംഗത്തെത്തി. കേരളത്തിൽ കേക്കും ഉത്തരേന്ത്യയിൽ കൈവിലങ്ങുമെന്ന സമീപനം ശരിയല്ല എന്നാണ് സിറോ മലബാർ സഭയുടെ പ്രതികരണം. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കത്തോലിക്ക സഭ മുഖപത്രം ദീപിക എഡിറ്റോറിയൽ എഴുതി. പ്രധാനമന്ത്രിയോട് പരാതി പറയാൻ ക്രൈസ്തവ സഭാ നേതൃത്വം ധൈര്യം കാണിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. BJPയെയും സംഘപരിവാറിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചാണ് ദീപിക മുഖപ്രസംഗം. കന്യാസ്ത്രീകളെയല്ല, മതേതര ഭരണഘടനയെയാണ് ബന്ദിയാക്കിയത്. രാജ്യം ഭരിക്കുന്ന BJPയുടെ ആശീർവാദത്തോടെയാണ് എല്ലാം നടക്കുന്നതെന്നും ദീപിക വിമർശിക്കുന്നു. വർഗീയവാദികളുടെ കങ്കാരു കോടതികൾ തെരുവിൽ വിചാരണ നടത്തുന്നു. ന്യൂനപക്ഷങ്ങൾ കേരളത്തിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും അരക്ഷിതരാണ്. BJPയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തക്കേടെന്ന് കേരള ഘടകത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ദീപിക. പിന്നാലെ സഭാ നേതൃത്വത്തെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി. ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുമോ? അല്പം വൈകിയെങ്കിലും ശക്തമായ പ്രതിഷേധമാണ് സഭാ നേതൃത്വങ്ങൾ ഉയർത്തുന്നത്. അപലപനീയമാണ്. ഛത്തീസ്ഗഡ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അടിയന്തരമായി ഇക്കാര്യങ്ങൾ ഇടപെടണം, നീതിയുക്തമായി പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ഛത്തീസ്ഗഡിൽ ഈ പ്രവർത്തിച്ചത് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മതസ്വാതന്ത്ര്യത്തിന് തന്നെയുള്ള ഒരു ഗൗരവമായിട്ടുള്ള തെറ്റാണ്. ഇതിനിടെ സഭാ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ. അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെയും ചോദ്യം ചെയ്യാൻ സാധിക്കണം. അതിനു പകരം അവരെ വിളിച്ച് ആദരിക്കുകയും ആ ആദരവിലൂടെ അവർക്ക് പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും യോഗ്യമായതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിലേറ്റവും കൂടുതൽ ഞാൻ കുറ്റപ്പെടുത്തുന്ന എന്റെ സമൂഹത്തെ തന്നെയാണ്, ക്രൈസ്തവ സമൂഹത്തെ തന്നെയാണ്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മന്ത്രിമാരും രംഗത്തെത്തി. കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കടുത്ത അതൃപ്തിയാണ് ഈ വിഷയത്തിൽ സഭാ നേതൃത്വത്തിനുള്ളത്. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സഭയുമായി അടുക്കാൻ ശ്രമിക്കുന്ന BJPക്കും ഇത് വലിയ തിരിച്ചടിയാകും. കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ആശങ്കയിലാണ് ഇരുവരുടെയും കുടുംബം. നീതി ലഭിക്കണമെന്ന് സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരി റൈജി സിജോ പ്രതികരിച്ചു. രാജ്യത്ത് അപകടകരമായ അവസ്ഥയെന്ന് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ പറഞ്ഞു. മന്ത്രിമാരായ P രാജീവും റോഷി അഗസ്റ്റിനും സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. 7 സഹോദരങ്ങളും മാതാപിതാക്കളും അടങ്ങുന്നതാണ് സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം. 30 വർഷമായി മിഷണറി പ്രവർത്തന രംഗത്തുള്ള സിസ്റ്റർ പ്രീതി മേരി 2 മാസം മുമ്പാണ് ജബൽപൂരിൽ നിന്ന് മധ്യപ്രദേശിലെ ഗുഹാലിയ മഠത്തിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയത്. നാട്ടിലെത്തുമ്പോൾ കുട്ടികൾക്കായി ഉടുപ്പുകൾ ശേഖരിച്ച്
അവർക്കായി സേവനം ചെയ്യുന്ന തങ്ങളുടെ സഹോദരിക്കുണ്ടായത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയെന്ന് സഹോദരൻ. വളരെ ആശ്ചര്യത്തോടുകൂടിയാണ് ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയെ നോക്കിക്കാണുന്നത്. ഇത് നാട്ടിൽ വന്നിട്ട് പോകുമ്പോഴായാലും പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് ഡ്രസ്സ് ശേഖരിച്ച് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനും അവരുടെ പ്രവർത്തനം വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു സിസ്റ്ററാണ് എൻ്റെ സഹോദരി. പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു കന്യാസ്ത്രീക്ക് നേരെ ഉണ്ടായ ഈ രാജ്യത്തുണ്ടായ ഈ സംഭവം വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ക്രിസ്ത്യാനികളോടും എല്ലാവരോടുമുള്ള ഈ രാജ്യത്തിൻ്റെ സമീപനം ഉത്കണ്ഠയോടെ നോക്കി കാണുന്നു, സങ്കടത്തോടെ നോക്കി കാണുന്നു. നീതി കിട്ടണമെന്ന് സഹോദരി റൈജി സിജോ. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നമുക്കുള്ളൊരു റൈറ്റ് പോലും, നമുക്കൊരു സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. അവർ കറക്റ്റായിട്ട് ആ കുട്ടികളുടെ പ്രൂഫ് അവർ പേരൻസിനെ വിളിച്ചു എന്ന് പറഞ്ഞു, അവരുടെ പെർമിഷനോടെ പോയെന്ന് പറഞ്ഞു, എന്നിട്ടും അത് കേസെടുത്തു. അതെന്തുകൊണ്ട്? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അവർ നേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക ചെയ്തത്. അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനെതിരെ നമുക്ക് ശക്തമായിട്ട് പോരാടുക തന്നെ ചെയ്യണം. ഞങ്ങളുടെ ചേച്ചിക്ക് എന്തായാലും നീതി കിട്ടുക തന്നെ വേണം. നിയമ സംവിധാനത്തിൽ വിശ്വാസമുണ്ടെന്നും എല്ലാവരുടെയും പിന്തുണ വേണമെന്നും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ കുടുംബം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓരോ വിവരം കൂടെ അറിഞ്ഞിട്ട് എല്ലാവരുമായിട്ട് ആലോചിച്ച് വേണ്ടുന്നത് ചെയ്യും. സിസ്റ്റർ പ്രീതി മേരിയുടെ അങ്കമാലി എളവൂരുള്ള വീട്ടിൽ മന്ത്രിമാരായ പി രാജീവും റോഷി അഗസ്റ്റിനും സന്ദർശനം നടത്തി. നീതി വൈകില്ലെന്ന പ്രതീക്ഷയിലാണ് കന്യാസ്ത്രീകളുടെ കുടുംബം. 30 വർഷത്തിലധികമായി മിഷണറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്നയാളാണ് സിസ്റ്റർ പ്രീതി മേരി. ഇങ്ങനൊരു അവസ്ഥ ഒരു കുടുംബത്തിനും ഉണ്ടാകരുത് എന്നാണ് ഇവർ പറയുന്നത്. നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബമുള്ളത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ രാഹുൽ VS-നൊപ്പം ആൻമരിയ സനി, 24. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. കാസർഗോഡ് കൊളിയടുക്കത്ത് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു. വയലാകുഴി സ്വദേശി കുഞ്ഞുണ്ടൻ നായരാണ് മരിച്ചത്. പശുവിനെ മേയ്ക്കാൻ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു അപകടമുണ്ടായത്. സംഭവ സ്ഥലത്ത് നിന്ന് അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഇത് KSEB അറിഞ്ഞിരുന്നില്ലേ ഈ വൈദ്യുതി ലൈൻ അവിടെ പൊട്ടി വീണു എന്ന വിവരം KSEBിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? എന്തായിരുന്നു അവിടെ സംഭവിച്ചത് അരുൺ? വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ്. വയലാങ്കുഴിയിലെ ആ വയലിലാണ്. കുഞ്ഞുണ്ടൻ നായർ ഇന്ന് രാവിലെ ഷോക്കേറ്റ് മരിച്ച വയലിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നുണ്ട് വിജയകുമാർ. ആ പശു, കറവ പശു കുഞ്ഞുണ്ടൻ നായർ, ആ പശുവിനെ പുല്ല് തീറ്റിക്കാനാണ് ഈ പാടത്തേക്ക് രാവിലെ 8 മണിയോടുകൂടി ഇറങ്ങിയത്. 8:45 ഈ അപകടം നടന്നു എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. അതിന് ശേഷം 10 മണിയോടുകൂടിയാണ് അച്ഛനെ കാണുന്നില്ലെന്ന് അമ്മ മകനോട് പറയുന്നു. അങ്ങനെ മകൻ അന്വേഷിച്ചെത്തിയ സമയത്താണ് അച്ഛനും പശുവും ഇവിടെ ഈ പാടത്ത് കിടക്കുന്ന കാണുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പശുവിൻ്റെ ബോഡിയാണ്. അത് ഡോക്ടർ എത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് മാറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ടൻ നായരെ ഉടൻ തന്നെ മകനൊരു ഇലക്ട്രീഷ്യൻ കൂടിയാണ്. വൈദ്യുത ലൈൻ പൊട്ടിയത് മകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന രീതിക്കാണ് ഈ പാടത്തിങ്ങനെ വൈദ്യുത ലൈൻ പൊട്ടിക്കിടക്കുന്നത്. അത് ആ പുല്ലുകൾക്കിടയിലൂടെ കിടക്കുകയാണ്. നമുക്ക് ഈ പാടത്തു തന്നെ നിരവധി മീനുകൾ ഉൾപ്പെടെ ഷോക്കേറ്റ് ചത്തുകിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയും. അങ്ങനെ ആ ലൈൻ പൊട്ടിക്കിടക്കുന്നത് കുഞ്ഞുണ്ടൻ നായരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതാണ് ഈ അപകടത്തിന് കാരണമായത്. ഇത് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്, ഈ ലൈൻ പൊട്ടിയത് എന്ന കാര്യത്തിലൊരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. അതിന് കാരണം ഇതൊരു ഒരു കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഒരു പറമ്പും പാടവും ഒക്കെയുള്ള സ്ഥലമാണ്. ഇവിടെ കവുങ്ങുകൾക്കിടയിലൂടെയാണ് ഈ ലൈൻ പോയിരിക്കുന്നത്. KSEBിയുടെ ഒരു വലിയ അനാസ്ഥ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, നാട്ടുകാർ പറയുന്ന ആരോപണം ഈ ലൈന്, അതായത് ഈ വൈദ്യുത കമ്പി മുൻപേ ദ്രവിച്ചിരുന്നു. ആ ദ്രവിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു പരിഹാരമുണ്ടാക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് വിജയകുമാർ, ഞാൻ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ഈ കവുങ്ങുകൾ, അതായത് ഒരു കവുങ്ങിൻ തോപ്പാണ്. ഈ കവുങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെയാണ് ഈ വൈദ്യുത ലൈൻ പോകുന്നത്, 3 ഫേസ് വൈദ്യുത ലൈൻ പോകുന്നത്. അതിൽ ഈ 3 ലൈനിൻ്റെ ഇടയിലൂടെ ഒരു കവുങ്ങ് വളർന്ന് ഉയരത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ആ കവുങ്ങിന് തലയില്ല. ആ തലയില്ലാത്ത കവുങ്ങാണ് അങ്ങനെ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് KSEB അധികൃതർ ആ കവുങ്ങ് അവിടെ നിന്ന് വെട്ടിമാറ്റാത്തത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. 3 ഫേസ് ലൈനിൽ വൈദ്യുതി ഉണ്ടാവും. ആ സമയത്തും ഇതിന് ചുവട്ടിലൂടെ, അതായത് ഒരു പക്ഷേ അടയ്ക്ക പെറുക്കുന്നതിനോ അല്ലെങ്കിൽ പശുവിനെയോ മറ്റ് കന്നുകാലികളെയും ഒക്കെ ഈ പാടത്തേക്ക് ഇറക്കുന്നതിനോ കർഷകർ വരുന്ന സമയത്ത്
ഷോക്കേറ്റ് അപകടമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു തരത്തിലും അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും പരിഹാരമുണ്ടായിട്ടില്ല എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ അതാണ്. ആ കവുങ്ങ് ആ വൈദ്യുതി ലൈനിന് ഇടയിലൂടെ വളർന്നു നിൽക്കുന്ന കാഴ്ചയാണ്. ഈ പാടത്തുകൂടെ പോകുന്ന 3 ഫേസ് വൈദ്യുതി ലൈനാണ്. അത് കാണാതിരുന്നതുകൊണ്ടാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അതിശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിൽ. അങ്ങനെയാണ് ഈ വൈദ്യുതി ലൈൻ പൊട്ടിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിലൊന്നും ഈ KSEBയുടെ ഒരു അനാസ്ഥ പരിഹാരമുണ്ടാവാത്തതാണ് ഇതിനൊരു ഈ അപകടത്തിന് കാരണമായിരിക്കുന്നത്. ഇപ്പോൾ ഒരു നാട്ടുകാരൻ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ ശ്രദ്ധിക്കണേ, നാട്ടുകാരൻ ചേരുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ അപകടം? നേരത്തെ KSEBയോട് പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ? ഒരുപാട് കറണ്ടിൻ്റെ ലൈനൊക്കെ കവിങ്ങിൻ്റെ ഇടയിൽ ഓടിച്ച് വരുന്നത് നമുക്ക് KSEBിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടപടിയില്ല. നമുക്ക് ഈ ലൈനൊക്കെ ഒരുപാട് കവിങ്ങൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൂടി മാറ്റി കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് സൗകര്യമായിട്ട് ഇവിടെ കൃഷി ഇറക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ ഞാൻ ആ സമയത്തുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയിട്ട് നമ്മൾ സംഭവം അറിയുന്നില്ലത്. അപ്പോൾ രാവിലെ തന്നെ പിന്നെ എപ്പോഴും രാവിലെ ഇവിടെ വയലിലേക്ക് പശുവിനെ വേണ്ടിയിട്ട് വരികയായിരുന്നു. സ്ഥിരമായിട്ട് വരുന്ന ആളാണ് ഞാൻ. ക്ഷീരകർഷകൻ കൂടിയാണ്. ഇത് മകനാണോ കണ്ടത്? ആദ്യം കണ്ടത് മകനാണ്. അപ്പോൾ ശരി അരുൺ, ഏതായാലും അങ്ങേറ്റം ദാരുണമായ ഒരു സംഭവമാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നു. KSEBയുടെ അനാസ്ഥ എന്ന് അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ പ്രതി അരുൺ പറയുകയായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ VD സതീശൻ മാധ്യമങ്ങളെ ഇതിനു മുൻപും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവർക്കിപ്പോൾ അവരുടെ ഔദ്യോഗിക സഭാ വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്കാണ്. വൈദികർക്ക് അവരുടെ വസ്ത്രം ധരിക്കാൻ പറ്റില്ല. കന്യാസ്ത്രീമാർക്ക് അവരുടേതായ വസ്ത്രം ധരിക്കാൻ പോലും, അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്താൽ പോലും സംശയിച്ചവരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലാണ് സംഭവം നടക്കുന്നത്. രാജ്യത്തുടനീളം ഇത് നടക്കുമ്പോൾ ഇവിടെ ഈസ്റ്ററിനും ക്രിസ്മസിലും ഇതേ ആളുകൾ കേക്ക് കൊണ്ടുവരികയാണ്. ക്രൈസ്തവ ഭവനങ്ങളിൽ കാപഢ്യമാണ് നടക്കുന്നത്. രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണ്. ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ പോലും തടസ്സപ്പെടുത്തുകയാണ്. പ്രാർത്ഥന കൂട്ടായ്മകളും പള്ളിയിലെ സർവീസും എല്ലാം തടസ്സപ്പെടുത്തുകയാണ് വ്യാപകമായി. വൈദികരെയും കന്യാസ്ത്രീമാരെയും കേസുകളിൽപ്പെടുത്തുകയാണ്. അവരെ ആക്രമിക്കുകയാണ്. പോലീസും ആ സംസ്ഥാനങ്ങളിൽ കൂട്ടുനിൽക്കുകയാണ്. എല്ലാ രേഖകളോടും കൂടി യാത്ര ചെയ്താണ് ഇവർ. ആ രേഖകളൊന്നും നോക്കാൻ തയ്യാറാകാതെ ഒരു TT ബജറംഗ് ദൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തി. പോലീസിനല്ല, പോലീസാണെങ്കിൽ ആ ഡോക്യുമെൻ്റ് നോക്കി വിട്ടേനെ. ഒരാൾക്കൂട്ടം ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി 2 കന്യാസ്ത്രീമാരെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്ന ഇതാണ്. അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കും. അവരെ അവിടെ നിന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സഭയും ബാക്കി എല്ലാവരും ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും ചേർന്ന് നടത്തിയാണ്. എത്രയും പെട്ടെന്ന് അവരെ മോചിപ്പിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ BJP നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ഇടപെടും എന്നൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർ ആ ജയിലിൽ പോയല്ലോ. എത്രയോ സംഭവമായി. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഒറ്റപ്പെട്ട ഒരു സംഭവം ഏതെങ്കിലും നാടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നടന്നാൽ മനസ്സിലാവും നമുക്ക്. നിരന്തരമായി സംഭവങ്ങളാണ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. ജമ്മു കാശ്മീരിൽ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകി സൈന്യം. 3 ഭീകരരെ ഏറ്റുമുട്ടലിൽ വധിച്ചു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ എന്നാണ് സൂചന. ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായുള്ള തെരച്ചിലിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് ഔദ്യോഗിക വിവരങ്ങൾ? സേന ചില കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായി തന്നെ പങ്കുവെക്കുന്നുണ്ടല്ലോ. കുമാർ, സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് ജമ്മു കശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. ജമ്മു കശ്മീരിൽ പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ മഹാദേവ് എന്ന ഭീകരർക്കെതിരായ പുതിയ ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചത്. നേരത്തെ തന്നെ ഈ ഭീകരർ ഒളിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ സൈന്യത്തിന് ലഭിച്ചിരുന്നു. ഇവരുടെ റേഡിയോ കമ്മ്യൂണിക്കേഷന്റെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് സൈന്യത്തിന് ലഭിച്ചത്. തുടർന്ന് ഈ മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. ഈ ഭീകരർ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരും ഈ ഒളിച്ചിരിക്കുന്ന ഭീകരരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പുതിയൊരു ഓപ്പറേഷന് തന്നെ ഇന്ത്യൻ സൈന്യം രൂപം നൽകിയത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിലാണ് ഈ മേഖലയിൽ സൈന്യം തെരച്ചിൽ ആരംഭിച്ചത്. ഈ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതും. ഏറ്റുമുട്ടലിൽ നിലവിൽ 3 ഭീകരരെ വധിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. സൈന്യം ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ നിലച്ച ഒരു പശ്ചാത്തലത്തിൽ സൈന്യം ഈ മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയപ്പോൾ 3 മൃതദേഹങ്ങളുടെ ദൃശ്യങ്ങൾ
ലഭിച്ചു എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ 2 ഭീകരർ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരാണ് എന്ന നിഗമനത്തിലാണ് സൈന്യം ഉള്ളത്. അങ്ങനെയെങ്കിൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. ഏതാണ്ട് മാസങ്ങളായി നടത്തിയ തെരച്ചിലിന് ഒടുവിൽ ഭീകരരെ പിടികൂടിയിരിക്കുന്നു. ഈ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത് ശ്രീനഗർ ജില്ലയിലെ ദാരയിലെ ലിഡ്വാസ് മേഖലയിൽ വെച്ചാണ്. ഭീകരരുടെ സാന്നിധ്യം ഉണ്ട് എന്ന് സാങ്കേതിക സഹായത്തോടെയാണ് സൈന്യം തിരിച്ചറിയുന്നതും ഓപ്പറേഷൻ മഹാദേവ് എന്ന പുതിയ ഓപ്പറേഷന് അല്ലെങ്കിൽ ഭീകരവിരുദ്ധ നീക്കത്തിന് രൂപം നൽകുന്നതും. അത് വിജയിച്ചിരിക്കുന്നു. 3 ഭീകരരെ ഇതിനകം വധിക്കാൻ കഴിഞ്ഞു എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. വിജയകുമാർ. ബൽറാം, ഇതിൽ ആരൊക്കെ കൊല്ലപ്പെട്ടു, ഇവരുടെ മറ്റു പശ്ചാത്തലങ്ങൾ അതൊന്നും ഔദ്യോഗികമായി ഘട്ടത്തിൽ വ്യക്തമല്ല. എങ്കിൽ പോലും സേനയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ ഏറ്റുമുട്ടൽ, അതിലെ വിവരങ്ങളെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പാണ്. ഇതിൽ ഒരു കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു സേനാ നീക്കം എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? കുമാർ, ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ സൈന്യം ആവർത്തിച്ചിരുന്നു. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരർക്കെതിരെ തുടക്കം കുറിച്ച ഈ ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ഭാഗമായി തന്നെയാണ് ജമ്മു കശ്മീരിനകത്തും പുറത്തുമുള്ള ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഭീകരർക്ക് ആഭ്യന്തരമായി സഹായം നൽകിയവരെ തിരഞ്ഞു കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായി തന്നെ ഈ ഭീകരർ തമ്മിൽ ആശയവിനിമയം നടത്തുന്ന റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് ഉൾപ്പെടെയുള്ളവ സൈന്യം നിരീക്ഷിച്ചിരുന്നു. പ്രധാനമായും സാറ്റലൈറ്റ് ഫോണുകൾ അടക്കം ഉപയോഗിച്ചായിരുന്നു ഈ ഭീകരർ ആശയവിനിമയം നടത്തിയിരുന്നത് എന്നാണ് സൈന്യം കണ്ടെത്തിയത്. തുടർന്നാണ് ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ഉൾപ്പെടെ സൈന്യം നിരീക്ഷണം ശക്തമാക്കുകയും അതിന്റെ ഭാഗമായി ശ്രീനഗറിൽ തന്നെ ഇത്തരത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന് ഇവരുടെ ഈ ആശയവിനിമയത്തിൽ നിന്നു ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം നിഗമനത്തിലെത്തിയതും അത് ഏതാണ്ട് സ്ഥിരീകരിക്കുകയും തുടർന്ന് ഈ ഭീകരർക്കെതിരായ ഓപ്പറേഷൻ മഹാദേവ് എന്ന പുതിയ ഓപ്പറേഷന് രൂപം നൽകുകയും ചെയ്തത്. ആ ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ വിജയം കണ്ടിരിക്കുന്നു എന്നാണ് നിലവിലെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ കഴിയുക. 3 ഭീകരരെ വധിച്ചിരിക്കുന്നു. അതിൽ 2 ഭീകരർ അവർ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരാണ് എന്നാണ് സൈന്യത്തിന് ഇതുവരെയും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുടെ ഭാഗമായി തന്നെയാണ് ഈ ഓപ്പറേഷൻ മഹാദേവോന്യം രൂപം നൽകിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ സൈന്യത്തിന് NIA-ക്കും ലഭിച്ചിട്ടുണ്ട്. ആ ഭീകരർക്ക് സഹായമൊരുക്കിയ 2 പ്രദേശവാസികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവരുടെ വിവരങ്ങൾ ലഭിച്ചത്. നേരത്തെയും സെഗ്മോർ തുരങ്കത്തിൽ ആക്രമണം നടത്തിയ ഭീകരർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു. അവരുടെ കൃത്യമായ പേരുകൾ അടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സൈന്യത്തിന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതും. ഇവരിൽ 2 പേർ ഇപ്പോൾ ഈ ശ്രീനഗറിൽ നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക. വിജയകുമാർ. യെസ്, പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട പുതിയ ഭീകരവിരുദ്ധ നീക്കത്തിന്റെ ഭാഗമായുള്ള തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ നടന്നത്. 3 ഭീകരരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 2 പേർ പഹൽഗാമിൽ ഈ ആക്രമണത്തിൽ പങ്കെടുത്തവരാണ് എന്ന പ്രാഥമിക വിവരമുണ്ട്. പേരുവിവരം ഉൾപ്പെടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം സേനാ വിഭാഗങ്ങൾ നൽകുമെന്ന് കരുതാം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് തുടങ്ങി. ശുചീകരണ തൊഴിലാളി നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തെ സ്നാനഘട്ടത്തിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ഈ മേഖലയിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടു, അതുപോലെ നിരവധി കുഴിച്ചിട്ടു, മറവ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ശുചീകരണ തൊഴിലാളി അറിയിച്ചിരുന്നത്. ഇതിൽ കോടതിയിൽ മൊഴി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ധർമ്മസ്ഥലയിൽ നിന്ന് മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും. റഹീസ്, എന്തൊക്കെ നടപടികളാണ്? തെളിവെടുപ്പ് എന്ന് പറയുമ്പോൾ ഈ ശുചീകരണ തൊഴിലാളി അവിടെ കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെ നടപടിക്രമങ്ങളിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം കടക്കും ഇപ്പോൾ?
വിജയകുമാർ, ഏതാണ്ട് 40 മിനിറ്റ് മുൻപാണ് ധർമ്മസ്ഥലയിലെ ഈ സ്നാനഘട്ടത്തിലേക്ക് ഈ ശുചീകരണ തൊഴിലാളിയെ കൊണ്ടുവന്നത്. ആദ്യഘട്ടത്തിൽ ആ പുഴയുടെ അടുത്ത് നിർത്തി അദ്ദേഹത്തിനോട് കുറേ കാര്യങ്ങൾ തിരക്കി. ആ ഏരിയ ഒക്കെയും ലൊക്കേറ്റ് ചെയ്തു. അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടാണ് മടങ്ങിയത്. പിന്നീട് ഈ ഇവിടെയുള്ള തൊട്ട് സമീപത്തുള്ള ഒരു കാട്ടിലേക്ക് ഇപ്പോൾ ഈ അന്വേഷണ സംഘം കയറിയിരിക്കുകയാണ്. ഈ പ്രദേശത്തായി നിരവധി മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയിലുള്ളത്. ഇത് ക്ഷേത്രത്തോട് വളരെ അടുത്തുള്ള സ്ഥലമാണ്, ധർമ്മസ്ഥല ക്ഷേത്രത്തോട് വളരെ അടുത്തുള്ള സ്ഥലമാണ്. ഒപ്പം തന്നെ ശുചീകരണ തൊഴിലാളി കഴിഞ്ഞ കുറേ നാളുകൾ, അതായത് അദ്ദേഹം ജോലി ചെയ്തിരുന്ന കാലയളവിൽ അദ്ദേഹം താമസിച്ചിരുന്നത് ഇവിടെയാണ്. ഇവിടെ എത്തിയാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയിരുന്നത്. അതായത് ഈ അദ്ദേഹത്തിന്റെ ആരോപണം അനുസരിച്ചാണെങ്കിൽ ക്ഷേത്രം സൂപ്പർവൈസർ അടക്കമുള്ളവർ എത്തി തന്നെ ഇവിടെ നിന്നാണ് കൊണ്ടുപോയി മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ കാടുകളിലടക്കം അദ്ദേഹം പറയുന്നത് മൃതദേഹം താൻ കുഴിച്ചിട്ടുണ്ടെന്നാണ്. അവിടേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഇവിടെ ഒരു മാപ്പിംഗ് നടത്തുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചെയ്യുന്നത്. സാങ്കേതിക വിദ്യയുടെ ഒക്കെയും അടിസ്ഥാനത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു മാപ്പിംഗ് നടത്തുന്നുണ്ട്. മാത്രമല്ല ഇവിടുത്തെ മണ്ണ് പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. ഇതിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെയും ഉണ്ട്. അങ്ങനെ SIT സംഘത്തോടൊപ്പം എല്ലാ തയ്യാറെടുപ്പുകളോടുമാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. ഇനി ഇതിനപ്പുറത്തേക്കുള്ള വനമേഖലയിലാണ് അദ്ദേഹം ഒരു തലയോട്ടി കുഴിച്ചെടുത്തുകൊണ്ട് കോടതിയിൽ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പരിശോധന അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് കൂടി കടന്ന് പോലീസ് ഒരു പരിശോധന നടത്തും. ഇവിടെ ഒരു തെളിവെടുപ്പ് അല്ലെങ്കിൽ ഒരു മഹസർ തയ്യാറാക്കൽ എന്നൊക്കെ പറയുമ്പോഴും അത് കാലങ്ങൾക്കപ്പുറമുള്ള ഒന്നാണ് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് വലിയ തോതിലുള്ള ഒന്നും പോലീസിന് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ SIT സംഘത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഒന്നും ഇവിടെ നിന്ന് ലഭിക്കാനില്ല. മറിച്ച് ഈ മണ്ണൊക്കെ പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ പഴക്കം, ഒപ്പം തന്നെ ഈ തലയോട്ടിയിൽ നിന്ന് ലഭിക്കുന്ന മണ്ണിൻ്റെ പഴക്കം, ഇതൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. നിലവിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഈ തലയോട്ടി സംബന്ധിച്ച് മാത്രമാണ് SIT ഒരു പരിശോധന നടത്തുന്നത്. അത് തെളിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ ഇദ്ദേഹം പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമാക്കിയാൽ മാത്രമേ മറ്റ് കുഴിച്ചു പരിശോധനകളൊക്കെയും നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സോയിൽ ടെസ്റ്റ് നടത്താൻ തന്നെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതിന് മുന്നോടിയായി അദ്ദേഹം താമസിച്ചിരുന്ന ഇടം, അദ്ദേഹം പറയുന്ന സ്ഥലങ്ങളൊക്കെയും പോയി കണ്ട് സ്ഥിതിഗതികൾ മനസ്സിലാക്കുക, അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് SITക്ക് ഇപ്പോൾ അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യമായിട്ടാണ് അവർ ധർമ്മസ്ഥലയിലേക്ക് എത്തുന്നത്. എത്തുമ്പോൾ തന്നെ സ്നാനഘട്ടത്തിലേക്ക് തന്നെ എത്തി അദ്ദേഹം താമസിച്ചിരുന്നിടത്തു നിന്ന് തന്നെ അന്വേഷണം തുടങ്ങുക കൂടിയാണ് SIT സംഘം ഇപ്പോൾ ചെയ്യുന്നത്. 40 മിനിറ്റിലധികമായി അവർ ഈ കാടിനുള്ളിലേക്ക് കയറിപ്പോയിട്ട് അപ്പോൾ വ്യക്തമായ എന്തൊക്കെയോ അവർ ഇവിടെ നിന്ന് പരിശോധിക്കുന്നുണ്ട്, കണ്ടറിയുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ കാര്യങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തി പോകണം എന്നുള്ളതും അതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടാകണം എന്നുള്ളതിൻ്റെയും ഒരു നിർദ്ദേശം കോടതിയിൽ നിന്നും ഒപ്പം തന്നെ SITയുടെ ചീഫായിട്ടുള്ള DGP മോഹന്തിൻ്റെ അടുത്തു നിന്നുമൊക്കെ ആ ഒരു നിർദ്ദേശം കൃത്യമായിട്ട് ഈ സംഘത്തിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോന്നും രേഖപ്പെടുത്തി മാത്രം മുന്നോട്ട് പോകുന്നു. ഒരുപാട് മൃതദേഹങ്ങളുടെ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ, എങ്ങനെയൊക്കെ, ആരൊക്കെ സംസ്കരിക്കാൻ ഏൽപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയേണ്ടി വരും. അങ്ങനെ ആ മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്തുക. ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം കൂടി പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്, SIT അന്വേഷിക്കുന്നുണ്ട്. എന്ത് കാരണവശാലാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്? അദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു കുട്ടിയുടെ നേർക്ക് സമാനമായ ഒരു അതിക്രമം ഉണ്ടായപ്പോൾ അതിൽ ഭയന്നു പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ കുട്ടി എവിടെയാണ്? അതിൽ പരാതി നൽകിയിട്ടുണ്ടോ? അങ്ങനെ അവരുടെ ഒക്കെയും വിശദമായ വിവരങ്ങൾ കൂടി സമാന്തരമായി SIT അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇത് സ്ഥലം മുഴുവൻ പോലീസിന്റെ ബന്ദോബസ്തിലാണ്. ഇവിടെ മുഴുവനായി ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി റോഡിലൊക്കെയും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം ഒരുപക്ഷെ രാജ്യത്തെ പോലും നടുക്കുന്ന ഒരു കുറ്റകൃത്യമായി ഇത് മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ നെല്ലും പതിരും തിരിച്ചറിയാൻ വേണ്ടി കൃത്യമായി ആളുകൾ അടക്കം ഇവിടെ കൂടിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അടുത്ത സ്ഥലത്തേക്ക് ഇവർ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിജയകുമാർ. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി, അയാൾ നേരത്തെ താമസിച്ചിരുന്ന സ്നാനഘട്ടം, അതിന് സമീപത്ത് ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ആ വനപ്രദേശത്തിന് സമാനമായ സ്ഥലം, അവിടെയൊക്കെ ഇപ്പോൾ ഒരു തെളിവെടുപ്പ് പ്രാഥമികമായി നടക്കുകയാണ്. കുഴിച്ചുള്ള പരിശോധന, ശാസ്ത്രീയ പരിശോധനകൾ പിന്നീടായിരിക്കും ഉണ്ടാവുക. ആ ശുചീകരണ തൊഴിലാളി പോലീസ് സംഘത്തോടൊപ്പം, പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പമുണ്ട്. ധർമ്മസ്ഥലയിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാർ വോട്ടർ പട്ടിക, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് എന്നീ വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ച പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇതുവരെ തുടങ്ങിയില്ല. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. ऑपरेशन सिंदूर पर चर्चा करनी है नहीं करनी है आपको? अगर करनी है तो आप जाइए सदन के अंदर, और नहीं करिए तो बताइए आप। मेरे एक सवाल का जवाब दीजिए आप सब दल के नेता आए थे, सब दल के नेताओं ने सर्वसम्मति से कहा था कि ऑपरेशन सिंदूर पर चर्चा होगी।
അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ സംസാരിക്കില്ല എന്ന നിലപാടിലാണ് ഡോക്ടർ ശശി തരൂർ എം പി. ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ ഡോക്ടർ ശശി തരൂർ അറിയിച്ചു. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഒരു ഉദ്യോഗസ്ഥന് കൂടി സസ്പെൻഷൻ. അസിസ്റ്റന്റ് സൂപ്രണ്ട് റിജോ ജോണിനെതിരെയാണ് നടപടി. ജയിൽ ചാട്ടത്തിൽ സുരക്ഷാ പാളിച്ച വ്യക്തമാക്കുന്ന കൂടുതൽ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഗുരുതര വീഴ്ചയുണ്ടായി എന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ നടപടി. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ട സമയത്ത് ജയിൽ ചുമതല അസിസ്റ്റന്റ് സൂപ്രണ്ട് റിജോ ജോണിനായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജയിൽ മേധാവി ഇയാളെ സസ്പെൻഡ് ചെയ്തത്. ഉത്തരമേഖല ജയിൽ DIGയുടെ റിപ്പോർട്ടിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശയുണ്ടാകാനാണ് സാധ്യത. അതിനിടെ ജയിൽ ചാടിയതിനു ശേഷം ഗോവിന്ദച്ചാമി സെൻട്രൽ ജയിലിന് മുന്നിലൂടെ 2 തവണ കടന്നുപോയി എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. പുലർച്ചെ 5:30 ശേഷം ജയിലിന് മുന്നിലൂടെ തളിപ്പറമ്പ് ഭാഗത്തേക്കും 6 മണിക്ക് ശേഷം ജയിലിന് മുന്നിലൂടെ തന്നെ തിരിച്ച് തളാപ്പ് ഭാഗത്തേക്കും ഗോവിന്ദച്ചാമി പോയിട്ടുണ്ട്. ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം സഹതടവുകാരുടെ മൊഴി രേഖപ്പെടുത്തും. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. 24 കണ്ണൂർ. സംഘപരിവാർ സംഘടനയുടെ ജ്ഞാനസഭയിൽ പങ്കെടുത്തതിൽ വൈസ് ചാൻസലർമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രിമാർ. പരിപാടിയിൽ പങ്കെടുത്ത ഫിഷറീസ് സർവകലാശാല VCയെ മാറ്റണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. VCമാർ അക്കാദമി സമൂഹത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ടി വരുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവും പ്രതികരിച്ചു. അതേസമയം ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കേരള കണ്ണൂർ സർവകലാശാല VCമാർ ഇന്നും പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയായിരുന്നു RSS അനുകൂല ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിന്റെ ജ്ഞാനസഭയിൽ ഇന്നലെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തത്. കേരള, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിലെ VCമാർക്ക് പുറമെ ഫിഷറീസ് സർവകലാശാല VC ഡോക്ടർ A ബിജുകുമാറും പരിപാടിയിൽ പങ്കെടുത്തത് സർക്കാരിന് ഇരട്ടിപ്രഹരമായി. സർക്കാർ നൽകിയ ലിസ്റ്റിൽ നിന്ന് ഗവർണർ നിയമിച്ച ഏക VCയാണ് ഡോക്ടർ A ബിജുകുമാർ. RSS പരിപാടിക്ക് പോകുന്നവരെ ആ സ്ഥാനത്ത് ഇരുത്തേണ്ട കാര്യമില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഈ RSSന്റെ പരിപാടിയിൽ പോകുന്ന വ്യക്തികളെയൊന്നും ആ സ്ഥാനത്തേക്ക് ഇരുത്തിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സർവകലാശാലയിലെ CPIM സംഘടനയായ ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ അംഗമാണ് ഡോക്ടർ A ബിജുകുമാർ. RSS മേധാവി പങ്കെടുത്ത വിദ്യാഭ്യാസ സദസ്സിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഫിഷറീസ് VCയുടെ വിശദീകരണം. വിവാദങ്ങൾക്കിടെ ഇന്നും ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കേരള കണ്ണൂർ VCമാർ പങ്കെടുത്തു. പരിപാടിയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർ അക്കാദമിക സമൂഹത്തിനു മുന്നിൽ തലകുമ്പിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ വിമർശനം. VCമാരുടെ നിലപാടിനെ UDFും വിമർശിച്ചു. അത് വളരെയേറെ പ്രതിഷേധാർഹമാണ്. അതിനോടൊരു കാരണവശാലും കോൺഗ്രസിന് യോജിക്കാൻ കഴിയില്ല. 24 കൊച്ചി. മണ്ണ് മൂടാത്ത ഓർമ്മ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ അതിജീവിക്കുന്ന കുഞ്ഞുമുഖങ്ങളിൽ ഒന്നാണ് അവന്തിക. മാതാപിതാക്കളെയും സഹോദരനെയും നഷ്ടപ്പെട്ട അവന്തിക ഇപ്പോൾ അച്ഛൻ്റെ സഹോദരന്റെ സംരക്ഷണയിലാണ്. പറളിക്കുന്നിലെ വാടക വീട്ടിലാണ് അവന്തിക ഇപ്പോൾ കഴിയുന്നത്. എല്ലാം തകർന്നുപോയ ആ രാത്രിയിൽ അവന്തിക മാത്രം ശേഷിച്ചു. അച്ഛൻ പ്രശോഭ്, അമ്മ വിജയലക്ഷ്മി, ചേട്ടൻ അശ്വിൻ എന്നിവരെ ഉരുൾ കവർന്നു. അച്ഛൻ്റെ സഹോദരൻ്റെ വീട്ടിൽ അവന്തിക ഇപ്പോൾ ആ കാലം ഓർത്തെടുക്കുകയാണ്. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് കടന്നതും പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ കല്ലുരുണിയൊക്കെ കളിച്ച് കേട്ടപ്പോൾ ഞാൻ ആരോ അങ്ങനെ ഇവിടെ തൊട്ട് അപ്പം തന്നെ വെള്ളം എന്തൊക്കെയോ വന്നിട്ട് ശ്വാസം കിട്ടാണ്ടായി. പിന്നെ നീറ്റ് നോക്കുമ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത്. പിന്നെ ഞാൻ കുറേ കരഞ്ഞപ്പോൾ താഴ്ന്ന് 2 ചേട്ടന്മാർ എന്നെ എടുത്ത് വേറെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടേയിരുത്തി. മുണ്ടക്കൈയിലായിരുന്നു അവന്തികയും കുടുംബവും. ചൂരൽമല സ്കൂൾ റോഡിൽ വീട് പണിയാൻ 5 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പം ആ 5 സെന്റ് ഭൂമിയും ഉരുൾപൊട്ടലിൽ ഇല്ലാതായി.
ജൂലൈ 30 എന്ന് പറയുമ്പോൾ നല്ല ഉറക്കത്തിലിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മോളത്ത് ചോദിച്ചു, ആരാ മോളാന്ന് ചോദിച്ചു. അപ്പോഴാണ് മോൾ എന്നെ വിളിക്കണേ. അപ്പാന്ന് അങ്ങോട്ട് വിളിച്ചപ്പോൾ എൻ്റെ എല്ലാ ഇതും പോയി. ഞാൻ വാരി എടുത്ത് മോളെ എടുത്ത് വേഗം കൊണ്ടുപോയി റൂമിൽ കടത്തി പുതപ്പൊക്കെ പുതച്ച്. മോള് ഭയങ്കരമായിട്ട് ഇങ്ങനെ തണുത്തിട്ട് വിറക്കിയായിരുന്നു. 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അവന്തികയുടെ ഓർമ്മകളിൽ ആ മുറിവുണ്ട്. അതുണക്കാൻ ചേർത്ത് പിടിക്കുന്നുണ്ട് ഒപ്പമുള്ളവർ. ഈ കുടുംബത്തിന് വേണം സുരക്ഷിതവും ശാശ്വതവുമായ ഒരു തണലിടം. 24 വയനാട്. ഓട്ടോറിക്ഷ ഓടിക്കാൻ പ്ലേസ് പെർമിറ്റ് ലഭിക്കാതെ വിഷമിച്ച ചുരൽമലയിലെ കർഷകൻ അണ്ണയ്യന് ഇനി ഓട്ടോ ഓടിക്കാം. അണ്ണയ്യന് ഓട്ടോ സ്ഥല പെർമിറ്റ് കൽപ്പറ്റ നഗരസഭ അനുവദിച്ചു. 24 വാർത്തയെ തുടർന്നായിരുന്നു ഇടപെടൽ. ഉരുളെടുത്ത തന്റെ ഭൂമി കൃഷിക്ക് യോഗ്യമാക്കി തരണമെന്നും അണ്ണയ്യ വേദനയോടെ പറയുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കവർന്ന സൗഭാഗ്യങ്ങളുടെ ആഴം അണ്ണയ്യന്റെ മുഖത്ത് കാണാം. സന്നദ്ധ സംഘടന നൽകിയ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ ഇത്രയും കാലം സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി ഓട്ടോറിക്ഷയ്ക്ക് പ്ലേസ് പെർമിറ്റ് ലഭിച്ചിരുന്നില്ല. 24 വാർത്തയെ തുടർന്ന് കൽപ്പറ്റ നഗരസഭയുടെ ഇടപെടൽ. പ്രത്യേക തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അണ്ണയ്യനെ നമ്മൾ ഹാൾട്ടിംഗ് പ്ലേസ് അനുവദിച്ചത്. അത് കൗൺസിൽ തന്നെ അക്കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ അജണ്ട കൗൺസിൽ ഏകകണ്ഠേനയാണ് പാസ്സാക്കിയിട്ടുള്ളത്. 24ന് നന്ദി പറഞ്ഞ് അണ്ണയ്യ. അണ്ണയ്യയ്ക്ക് കൃഷിയായിരുന്നു എല്ലാം. പക്ഷേ ഭൂമി കൂറ്റൻ മരത്തടികളാൽ തകർന്നു കിടക്കുകയാണ്. കൃഷിയോഗ്യമാക്കി തരണമെന്നാണ് അപേക്ഷ. മുനിസിപ്പൽ ചെയർമാൻ മുൻകൈ എടുത്തിട്ട് എനിക്കിത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ നമുക്ക് കിട്ടിയില്ലായിരുന്നു. കുറേ നൂലാമാലകൾ ഉണ്ടാവുമായിരിക്കും അതിൻ്റെ. അതെല്ലാം മറികടന്ന് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഈ 24 ചാനലുകാരോടത്തും വളരെയേറെ നന്ദിയുണ്ട് എനിക്ക്. അതേപോലെ എനിക്ക് കൃഷി ഒന്ന് ചെയ്തു തരണമെന്നുണ്ട്. അത് നിങ്ങളുടെ സഹകരണം എനിക്ക് ഇനിയും ഉണ്ടാകണം. അതിലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ല ഇതിനോട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കൃഷിയാണ് മെയിൻ. പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് അണ്ണയ്യയെ പോലുള്ളവർ. അവരുടെ അപേക്ഷകൾ ചുവപ്പുനാടയിൽ കുരുങ്ങി വൈകരുത്. 24 വയനാട്. മൂന്നാർ ദേവികുളം പാതയിൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടികൾ തുടങ്ങി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ദേശീയപാത സഞ്ചാരയോഗ്യമാക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന. കാലാവസ്ഥ അനുകൂലമായാൽ 2 ദിവസം കൊണ്ട് പാത തുറന്നു നൽകാനാകും എന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. തുടർച്ചയായ മണ്ണിടിച്ചിലിന് പിന്നാലെയാണ് ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും മൂന്നാർ ദേവികുളം പാതയിൽ മണ്ണ് നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. താരതമ്യേന പരിസ്ഥിതി ദുർബല പ്രദേശമായതിനാൽ വീണ്ടും മണ്ണിടിയുമോ എന്ന ആശങ്കയും ജില്ലാ ഭരണകൂടത്തിനുണ്ട്. പുറത്തുനിന്നെത്തിച്ച വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നിലവിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം. വലിയ പാറക്കെട്ടുകളും കല്ലുകളും നീക്കം ചെയ്ത് ദേശീയപാത തുറക്കുന്നതിനാണ് പ്രാധാന്യം. തെളിഞ്ഞ കാലാവസ്ഥ തുടരുകയാണെങ്കിൽ 2 ദിവസത്തിനകം പാത തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് നമ്മൾ ആ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും. അതിന് ഏകദേശം ഒരു മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റി ഗതാഗത യോഗ്യമാക്കാൻ കുറഞ്ഞതൊരു 1-2 ദിവസമെങ്കിലും സമയമെടുക്കുമെന്നാണ് NHA അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മൂന്നാർ ബോട്ടാണിക്കൽ ഗാർഡന് സമീപത്ത് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. 2018 മണ്ണിടിഞ്ഞ അതേ സ്ഥലത്താണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനോടൊപ്പം പ്രദേശത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികളും സ്വീകരിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന ഉറപ്പ്. വിനോദസഞ്ചാരികൾക്ക് പുറമെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിലാണ് അപകടം ആവർത്തിക്കുന്നത്. പ്രശ്നത്തിന്റെ വ്യാപ്തി ഇത് വർദ്ധിപ്പിക്കുന്നുമുണ്ട്. 24 ഇടുക്കി. കാഴ്ച പരിമിതിയുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ബ്രെയിൻ ലിപി പാഠപുസ്തകങ്ങൾ സർക്കാർ അച്ചടിക്കാത്തത് പ്രതിസന്ധിയാകുന്നു. 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളാണ് ഇതുവരെ സർക്കാർ അച്ചടിച്ചത്. ഇതിൽ മാറ്റം വരുത്തണമെന്നാണ് ആവശ്യം. ഞാൻ ജനിച്ചത് മദ്രാസ് സംസ്ഥാനത്തിലെ ദ്വീപ് നഗരമായ രാമേശ്വരത്തെ ഒരു ഇടത്തരം തമിഴ് കുടുംബത്തിലാണ്. എൻ്റെ പിതാവ് ജൈനുലാബ്ദീന് പറയത്തക്ക ഔപചാരിക വിദ്യാഭ്യാസമോ കാര്യമായ സ്വത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ വായിക്കുകയാണ് ആയിഷ സമീഹ. ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകമായതിനാൽ ആയിഷയ്ക്കിത് നിസ്സാരം. ഇപ്പോൾ +1 പഠിക്കുന്ന ആയിഷ സമീഹ 10 വരെ ഔദ്യോഗിക പാഠ്യവിഷയങ്ങളും പഠിച്ചത് ഇങ്ങനെയാണ്. പക്ഷേ 11ാം തരത്തിലെത്തിയപ്പോൾ പ്രശ്നമായി. ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തകങ്ങൾ സർക്കാർ ബ്രെയിൽ ലിപിയിൽ തയ്യാറാക്കുന്നില്ല. മറ്റാരുടെയെങ്കിലും സഹായം തേടേണ്ട അവസ്ഥ. നന്നായി വായിക്കുന്ന, നന്നായി പഠിക്കുന്ന, ഏറെ പഠിക്കാൻ ആഗ്രഹമുള്ള ആയിഷ സമീഹയ്ക്ക് ഇത് സൃഷ്ടിച്ചത് വലിയ പ്രതിസന്ധിയാണ്. ഹയർ സെക്കൻഡറിയിൽ മുതൽ ബ്രെയിൽ ടെക്സ്റ്റ് ഇല്ല. അതുകൊണ്ട് പഠിക്കാൻ വളരെയധികം പ്രയാസമാണ്. PDF ഒക്കെ നോക്കിയിട്ട് വീട്ടിലുള്ള
ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ കാക്ക എത്താത്ത ആരെങ്കിലുമൊക്കെ വായിച്ച് തന്നിട്ട് അത് എഴുതിയെടുക്കണം. പക്ഷേ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഹെൽപ്പ് കിട്ടൂല. അപ്പോൾ ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ വളരെയധികം പ്രയാസമാണ്. എണ്ണത്തിൽ കുറവെന്ന് കരുതി ആയിഷ സമീഹയുടെയും സഹപാഠികളുടെയും ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ആൽഫ്രഡ് മാർഷൽ called the economics is the study of man in the ordinary business. Seller is a person who sells goods or services for profit or the process of being so manufactured. Distribution, the action of sharing something. ഈ എഴുത്തും വായനയും കൃത്യമായ ലക്ഷ്യത്തിലേക്കുള്ളതാണ്. ആയിഷയ്ക്ക് ആരാകണമെന്ന് ആഗ്രഹം? എനിക്ക് ലെക്ചറർ ആവാനാണ് ആഗ്രഹം. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളുമായി ജീവിക്കുന്ന വേറെയും ആയിഷ സമീഹമാരുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ തടസ്സമാകുന്ന ഏതൊരു പ്രതിസന്ധിയെയും എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ വിവിധ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അധികാരികളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഈ ആവശ്യം വെക്കുകയാണ്. ആശിഷിനും അഭിലാഷ് പള്ളിക്കരയ്ക്കുമൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 കോഴിക്കോട്. The Great Indian Final. വനിതാ ചെസ് ലോകകപ്പ് ചാമ്പ്യനെ ഇന്നറിയാം. കൊനേരു ഹംപി ദിവ്യ ദേശ്മുഖ് ഫൈനലിൽ ടൈ ബ്രേക്കറിലൂടെയാണ് ജേതാവിനെ കണ്ടെത്തുക. എന്താണ് ടൈ ബ്രേക്ക്? അനിൽ വാസുദേവ് വിശദീകരിക്കും. വനിതാ ചെസ് ലോകകപ്പ് ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തുന്ന ചരിത്ര ദിനമാണിന്ന്. കൊനേരു ഹംപിയോ അതോ ദിവ്യ ദേശ്മുഖോ? ആരായിരിക്കും ആ ചരിത്ര നേട്ടം കൈവരിക്കുക എന്ന ആകാംക്ഷയിലാണ് രാജ്യം. കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്ന ക്ലാസിക്കൽ ഫോർമാറ്റിലുള്ള 2 ഗെയിമുകളും സമനിലയിൽ കലാശിച്ചതോടെ ഇനി ടൈ ബ്രേക്കറിലൂടെയാണ് ജേതാവിനെ നിശ്ചയിക്കുക. ടൈ ബ്രേക്കർ എങ്ങനെയാണെന്ന് നോക്കാം. ടൈ ബ്രേക്കറിലെ ആദ്യ 2 ഗെയിമുകളും റാപ്പിഡ് സമയക്രമത്തിലായിരിക്കും. ഇതിൽ ഓരോ കളിക്കാർക്കും 15 മിനിറ്റ് ലഭിക്കൂ. ഇതോടൊപ്പം ഓരോ കരുനീക്കം നടത്തുമ്പോഴും അധികമായി 10 സെക്കൻഡ് ലഭിക്കും. ഇൻക്രിമെന്റ് എന്നാണ് ഇതിന് പറയുക. ആദ്യ റാപ്പിഡ് ഗെയിമിൽ ആർക്കാണ് വെള്ളക്കരു എന്നത് ടോസിലൂടെയാണ് നിശ്ചയിക്കുക. ഇനി ഈ 2 ഗെയിമിന് ശേഷവും സ്കോർ സമനിലയെങ്കിൽ സമയം വീണ്ടും കുറച്ചുകൊണ്ടുള്ള മത്സരമായിരിക്കും. 10 മിനിറ്റ് വീതമുള്ള മത്സരം. ഇതോടൊപ്പം ഓരോ കരുനീക്കം നടത്തുമ്പോഴും അധികമായി 10 സെക്കൻഡ് ലഭിക്കും. ഇനി അതിലും തീരുമാനമായില്ലെങ്കിൽ മത്സരം ബ്ലിറ്റ്സ് ഫോർമാറ്റിലേക്ക് കടക്കും. മിന്നൽ ചെസ് എന്നാണ് ഇതിനുള്ള വിശേഷണം. 5 മിനിറ്റ് മത്സരമായിരിക്കും ഇത്. ഓരോ നീക്കത്തിനും 3 സെക്കൻഡ് അധികമായി ലഭിക്കും. ഇനി അതിലും തീരുമാനമായില്ലെങ്കിൽ 3 മിനിറ്റിലേക്ക് മത്സരം ചുരുങ്ങും. ഓരോ കരുനീക്കത്തിനും 2 സെക്കൻഡാണ് ഈ ഘട്ടത്തിൽ അധികമായി ലഭിക്കുക. അവിടെയും തീരുമാനമായില്ല. ഇനി ജേതാവിനെ കണ്ടെത്തുന്നതുവരെ ഈ 3+2 മത്സരം തുടരുകയാണ് ചെയ്യുക. തിരുവനന്തപുരത്ത് നടന്ന സ്റ്റീഫൻ കോശി ജേക്കബ് മെമ്മോറിയൽ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ബാസ്കറ്റ്ബോൾ സമാപിച്ചു. 30 മുതൽ 65 വയസ്സ് വരെയുള്ള 95 പുരുഷ വനിതാ ടീമുകളിൽ നിന്നായി 10,000-ഓളം താരങ്ങളാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ പങ്കെടുത്തത്. മുൻ ഒളിമ്പ്യന്മാരും 15-ലധികം രാജ്യാന്തര താരങ്ങളും ടൂർണമെന്റിൽ പങ്കെടുത്തു. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് വിജയികളായി ഇവർക്ക് മെഡൽ സമ്മാനിച്ചു. 21 teams playing from inside India, outside India, all over the world. Players are there. Players from abroad, lot of players are participating from Sri Lanka. 5 teams are playing, 3 men team, 2 women team from UAE, Bahrain, Oman. All these places teams are participating. And all the participants, എല്ലാ ആളുകളും പഴയ പ്രൊഫഷണൽ പ്ലേയേഴ്സും പഴയ ക്ലബ് വിത്ത് നാഷണൽ ഇന്റർനാഷണൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ഇന്റർനാഷണൽ പ്ലേയേഴ്സും ഫ്രം ഓൾ ഓവർ ഇന്ത്യ, ഫ്രം ജമ്മു കാശ്മീർ ടു കന്യാകുമാരി. ഈ ജമ്മു കാശ്മീരിലെ സേന ഇപ്പോൾ 3 ഭീകരരെ കൊലപ്പെടുത്തിയെന്ന വിവരം വരുന്നുണ്ട്. അതിൽ ചില സേനാ വൃത്തങ്ങൾ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത് 3 ഹൈ വാല്യൂ ടെററിസ്റ്റ് കിൽഡ് എന്നാണ്. അപ്പോൾ ഈ പഹൽഗാമിൽ നേരിട്ട് ആക്രമണത്തിൽ പങ്കെടുത്തവരാണോ എന്നതൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ നിസ്സാരക്കാരല്ല കൊല്ലപ്പെട്ടത് എന്ന സൂചന സേനാ വൃത്തങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് 3 ഹൈ വാല്യൂ ടെററിസ്റ്റ് എന്ന് ദേശീയ മാധ്യമങ്ങളോട് ഈ സേനാ വൃത്തങ്ങൾ പറഞ്ഞത്. ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കേണ്ടത് ആ സേനാ വിഭാഗത്തിൻ്റെ തലവന്മാർ തന്നെയാണ്. ഓപ്പറേഷൻ മഹാദേവ് നയിക്കുന്നവർ തന്നെയാണ്. അവരുടെ അക്കാര്യത്തിലെ വാർത്താ സമ്മേളനമോ വിശദീകരണങ്ങളോ വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും ആ മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്.